പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു വചനചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാമല്ലോ. ദൈവാത്മാവ് അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിച്ചു തുടങ്ങുകയാണ്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം പറയേണ്ടുന്ന വാക്കുകളാകട്ടെ ഇവ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ആദ്യമേ തന്നെ പ്രസ്താവിക്കുകയാണ്. ഇങ്ങനെയാണ് നാം വായിച്ചത്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അത് എനിക്കൊരു വിലാപകാലമുണ്ടായിരുന്നു. ഞാൻ കരയുന്ന, ഇല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഭക്തൻ പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി മാറ്റി. വിലാപത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിലാപത്തിൻ്റെ അനുഭവങ്ങൾ, സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാം ഉണ്ടായിട്ടുള്ളവർ, അതിനകത്തൂടെ കയറി ഇറങ്ങുന്നവരൊക്കെ ഒരുപാട് പേരാണ്. ഇതിനകത്തൂടെ കയറി ഇറങ്ങി വരുന്നവർ പറയുന്ന ഒരു വാക്കാണിത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയ്ക്ക് കാരണമായി മാറുമെന്ന് വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്. ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു വിലാപകാലം ഉണ്ടായിരുന്നു. വിലാപത്തിന് സങ്കടപ്പെടുന്ന, പരിഭവിക്കുന്ന, പരാതി പറയുന്ന ഒരുപാട് അനുഭവത്തിനകത്തൂടെ ഞാൻ കടന്നുപോയതാണ്. അത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ആ സങ്കടത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭക്തൻ പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, എൻ്റെ കഴിഞ്ഞ നാളത്തെ വിലാപം എൻ്റെ ഇന്നത്തെ നൃത്തത്തിന് കാരണമാക്കി മാറ്റി. നൃത്തം കളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷം അവരുടെ ഹൃദയത്തിനകത്തുണ്ടാകണം, ഒരു ഉത്സാഹം അവരുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആത്മാർത്ഥതയോടെ നൃത്തം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഭക്തൻ പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി മാറ്റി. എൻ്റെ കഴിഞ്ഞ നാളത്തെ സങ്കടം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആനന്ദമാണ്, സന്തോഷമാണ്, നൃത്തമാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി മാറ്റി. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അങ്ങനാണെങ്കിൽ ഇന്നിൻ്റെ സിറ്റുവേഷൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ വിലാപത്തിനകത്ത് കഴിയുന്നെങ്കിൽ, ഭാരപ്പെട്ട് കഴിയുന്നെങ്കിൽ, അവരെ നോക്കി പരിശുദ്ധമ വളരെ വ്യക്തതയോടെ പറയുകയാണ്, നിന്റെ വിലാപകാലം നാളത്തെ തന്നെ നൃത്തമായി മാറാൻ വേണ്ടി പോകുകയാണ്. സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അത് ടേൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവരെ കൊണ്ട് ആ ഒരു നിലവാരത്തിൽ അവരെ നിർത്താൻ ദൈവത്തിന് പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി മാറ്റി. ഇത് വ്യക്തിപരമായി ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് എൻ്റെ ജീവിതകാലത്തിൻ്റെ അനുഭവങ്ങളെ മുഴുവനും മറന്നിട്ട് അടുത്തൊരു കാലഘട്ടത്തെ സന്തോഷത്തോടെ നിർത്തുമാറാക്കുന്ന ഒരു ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ലൈഫിനകത്ത് സ്വർഗം കൈമാറാൻ വേണ്ടി പോകുകയാണ്. ദൈവം അത് നിങ്ങൾക്ക് കൈമാറി തരും. വിശ്വസിക്കാൻ തയ്യാറായാൽ, ഇന്നത്തെ സിറ്റുവേഷൻ്റെ അകത്ത് ഭാരപ്പെട്ടു പോകാതെ ശക്തമായി നിൽക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് ആശ്രയിക്കാൻ തയ്യാറായാൽ, ദൈവ വചനത്തിൽ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ, ദൈവം അവരെ നോക്കി പറയുകയാണ്, ഇന്നിൻ്റെ ദുഃഖത്തിനകത്ത് വീണു പോകത്തില്ല. അത് ഇന്നത്തെ വിലാപം നാളത്തെ നിന്നെ നൃത്തമായി മാറും. എന്നിട്ട് പറയുകയാണ്, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ദുഃഖകാലത്തെ നീ എന്നെ സന്തോഷം ഒടിപ്പിക്കത്തക്ക രീതിയിൽ എൻ്റെ അനുഭവത്തെ ദൈവം തിരിച്ചു എന്ന് ഭക്തൻ പറയുകയാണ്. എന്തിനാണെന്നറിയാമോ ഇങ്ങനൊരു അനുഭവത്തെ കർത്താവ് കൈമാറിയത്? ആരെങ്കിലുമൊക്കെ നിരാശയിലൂടെ, വേദനയിലൂടെ, രോഗത്തിൻ്റെയൊക്കെ അനുഭവത്തിനകത്തൂടെ കയറി ഇറങ്ങിയിട്ട് രക്ഷപ്പെട്ട, ഇല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് മാറി അടുത്തൊരു സന്തോഷത്തിനകത്ത് ദൈവം നിങ്ങളെ ആക്കിയെങ്കിൽ ശക്തമായി പറയേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അതെ, ദൈവമാണ് എന്നെ പുറപ്പെടുവിച്ചത്, ദൈവമാണ് എന്നെ സന്തോഷത്തിലേക്ക് നയിച്ചത് എന്ന് ഉറപ്പുള്ളവർ മിണ്ടാതിരിക്കരുത്. അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. അവരുടെ യാത്രത്തിൽ നിന്നുള്ള സ്തുതിയെ ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ യാത്രത്തിനകത്തു നിന്നുള്ള പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നു.
ദൈവം അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ അകത്തുള്ള നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ഇന്ന് നിനക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിനക്ക് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? അത് നിന്റെ ജീവിതത്തിലെ അനുഗ്രഹപൂർണമായ സമയമായും ദൈവം മാറ്റുകയാണ്. ഇങ്ങനെ പറയാം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അത് ആ ഭക്തന് മനസ്സിലായി. എൻ്റെ ജീവിതത്തെ ദൈവം നൃത്തമാക്കി മാറ്റിയത്, ആനന്ദമാക്കി മാറ്റിയത് എന്നെ ദൈവത്തിന് എൻ്റെ ആദരത്തിലൂടെയുള്ള ആരാധന ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കാൻ, ബഹുമാനിക്കാൻ, മാന്യതയ്ക്ക് യോഗ്യനായി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. നന്ദിയുള്ളവരായി മാറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നീ മൗനമായിരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പൈശാചിക തലങ്ങളെല്ലാം നമ്മൾ മൗനമാക്കാൻ നോക്കും. പ്രതിസന്ധികൾ കൊണ്ടുവന്ന്, പ്രയാസങ്ങൾ കൊണ്ടുവന്ന്, രോഗം കൊണ്ടുവന്ന്, ബാധ്യതകളെ കൊണ്ടുവന്ന്, തകർച്ചകളെ കൊണ്ടുവന്ന്, കലഹങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ മൗനമാക്കാൻ നോക്കും. മൗനമായി ഒരിടത്ത് ഇരിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശ്രമിക്കുമെന്നാൽ ദൈവം പറയുകയാണ്, അതിനകത്തുനിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് നീ എന്നെ ആരാധിക്കാനാണ്, ദൈവത്തെ അറിയാനാണ്, ദൈവത്തിൻ്റെ മാന്യതയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിന്നെ മേൽ തരാനാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ സിറ്റുവേഷൻ, രോഗത്തിനകത്തൂടെ പോയവർ, ദുഃഖത്തിൻ്റെ അനുഭവത്തിനകത്തൂടെ കഴിഞ്ഞ നാടുകൾ നടന്നവർ മിണ്ടാതിരിക്കരുത്, മൗനമായിരിക്കരുത്. മൗനമായിരിക്കാതെ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് ദൈവം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നന്നായി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം മൗനമായിരിക്കരുത്. നാം മൗനമാകണമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കാൻ, മഹത്വം കൊടുക്കാൻ നമ്മൾ യോഗ്യരാണ്. നമ്മൾ അതിന് ഉത്തരവാദിത്വമുള്ളവരാണ്. ആ നിലകളിൽ ചലിക്കാൻ ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ ഒരുക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.